സൺറൈസിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുട്ടിലൂടെ യാത്ര ചെയ്തിട്ട് ആ സ്കൈ ഉള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരികയാണ്, പരപര വെളിച്ചം ഇങ്ങനെ പരക്കുകയാണ്. ഇതിൻ്റെ അതിരിൽ നിന്ന് കുതിരപ്പുറത്ത് ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഇപ്പോൾ പാഞ്ഞു വരുന്നു നമുക്ക് തോന്നും. ഒരു കൗബോയ് സിനിമയുടെ ലൊക്കേഷൻ പോലെ ഉണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് കൃത്യമായിട്ട് മൃഗങ്ങളുടെ ഫോട്ടോ കിട്ടുന്ന ആംഗിളിൽ ഈ ഗൈഡ് കം ഡ്രൈവർ കൃത്യമായിട്ട് കൊണ്ടു നിർത്തും. കാരണം അവർ വർഷങ്ങളായിട്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചിട്ട് അവർക്കത് ശീലമായിട്ടുണ്ട്. ഞാൻ അവരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചില ലേഡീസൊക്കെ ചീത്ത പറയുന്നുണ്ട്, അവരെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. സൈ ഭാഷയിലാണ്, നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എവിടേക്കോ ഒരു ലക്ഷ്യമുണ്ട്. അത് എവിടേക്കാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തോ ഒരു സർപ്രൈസ് ഹെർമീസ് ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ നല്ല ഗാഠമായ ഉറക്കത്തിന് ശേഷം രാവിലെ 5 മണിക്ക് ഞാൻ അലാം വെച്ച് എഴുന്നേറ്റു. അപ്പോൾ ഇവിടെ ഈ ക്യാമ്പിൽ വന്നപ്പോൾ ആദ്യം ക്യാമ്പിലെ മാനേജർ ശരത്ത് തന്നിരുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതായത് വൈകിട്ട് ഇരുട്ടാവുന്നത് വരെ നിങ്ങൾക്ക് ടെൻറ്റിലേക്കും റിസപ്ഷനിലേക്കും ഡൈനിങ് റൂമിലേക്കൊക്കെ തനിയെ വരാം. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞാൽ ആഫ്റ്റർ 6:30 ഒക്കെ ആകുമ്പോൾ ഇരുട്ടാവും. ആഫ്റ്റർ 6:30 ടെൻറ്റിനകത്തുനിന്ന് നിങ്ങൾ തനിയെ പുറത്തേക്ക് പോകാനോ റിസപ്ഷനിൽ നിന്ന് തനിയെ ടെൻറ്റിലേക്ക് പോകാനോ പാടില്ല. അത് ആ സമയത്ത് നിങ്ങൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ടെൻറ്റിനകത്ത് ഒരു ബെല്ല് തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കൗ ബെല്ല് പോലെ, ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ പശുവിൻ്റെ കഴുത്തിൽ തൂക്കുന്ന ഒരു ബെല്ലുണ്ട്, കൗ ബെൽ. ആ ബെല്ല് എല്ലാ ടെൻറ്റുകളും തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം, പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ബെല്ല് അടിച്ചാൽ മതി. ആ ബെല്ലിന് സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി നമ്മളെ ടെൻറ്റിൽ വരും. എന്നിട്ട് നമ്മുടെ കൂടെ നമ്മളെ കൂട്ടിയിട്ട് റിസപ്ഷനിലേക്ക് വരും. കാരണം എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെല്ലടിച്ചിട്ട് സെക്യൂരിറ്റിനെ വരുത്തിയിട്ടേ വരാവോ, ഒറ്റയ്ക്ക് നടക്കരുതെന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ ഞാൻ 5:15 കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ കൃത്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കട്ടൻ കാപ്പിയായിട്ട് ഒരു സെക്യൂരിറ്റി മസായി വന്നു, കാപ്പി തന്നു. കട്ടനൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 5:20 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ബെല്ലടിച്ച് വീണ്ടും ആ സെക്യൂരിറ്റി വന്ന് അദ്ദേഹത്തോടൊപ്പം ഈ ടെൻറ്റ് സിബായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ റിസപ്ഷനിലേക്ക് വന്നു. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. രാവിലെ അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ഓരോ കട്ടനും കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പം 2 പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, ആനന്ദും അനൂപും. 2 പേരും ക്യാമറയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നടന്ന് പുറത്തുള്ള ലാൻഡ് ക്രൂയിസറുകളിലേക്ക് കയറി. 2 വണ്ടികളിലായിട്ട് കയറി. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെയാണ് കയറിയത്. മോജിത്ത് ഫാമിലിയുടെ കൂടെയും കയറി. അങ്ങനെ 2 വണ്ടികളിലായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. രാത്രി വെളുത്തിട്ടില്ല. 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് സൺറൈസ്. സൺറൈസിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുട്ടിലൂടെ യാത്ര ചെയ്തിട്ട് ആ സ്കൈ ഉള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരികയാണ്, പരപര വെളിച്ചം ഇങ്ങനെ പരക്കുകയാണ്. അത് ഇൻഫിനിറ്റ് വരെ കാണാവുന്ന ആ മനോഹരമായ ലൈറ്റിൽ പ്രഭാതം ഇങ്ങനെ ആകാശത്ത് പൊട്ടി വിടുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ ബാരൻ ലാൻഡുകൾക്ക് ഇത്രയും ഭംഗി നമ്മൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് വീഡിയോയിലോ ക്യാമറകളിലോ കിട്ടില്ല. അത്രയും
മനോഹരമാണ്. നമുക്ക് എപ്പോഴും തോന്നുക കുതിരപ്പുറത്ത് ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് അവിടെ എവിടെയോ എന്താ പറയേണ്ടത്, നമ്മുടെ ഇതിൻ്റെ അതിരിൽ നിന്ന് കുതിരപ്പുറത്ത് ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഇപ്പോൾ പാഞ്ഞു വരും എന്ന് നമുക്ക് തോന്നും. ഒരു കൗബോയ് സിനിമയുടെ ലൊക്കേഷൻ പോലെ ഉണ്ട്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം ഇങ്ങനെ പരന്നുകൊണ്ടിരുന്നു. ആദ്യം നമ്മൾ തോംസൺ ഗസൽ എന്ന മാനുകളെ കണ്ടു. വൈറ്റിൽ വെള്ളയും കറുപ്പും വരെയുള്ള മാനുകൾ, തോംസൺ ഗസൽസ്. അതിനെയൊക്കെ കണ്ട് നല്ല ഈ മെയിൻ റോഡിൽ നിന്ന് തെറ്റിയിട്ടുള്ള ചില വഴികളിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ ഒരു മരത്തിൻ്റെ മീതെ ഒരു പക്ഷി ഇരിക്കുന്നത് കണ്ടു. ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തലയിൽ ഒരു കിരീടം പോലെയുണ്ട്, പൂവിൻ്റെ ഒരു കിരീടം പോലെ ഒരു കിരീടമുണ്ട്. ഗ്രേ ക്രൗണ്ട് ക്രെയിൻ. അത് നമ്മുടെ കൊറ്റികളുടെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണ്. നമ്മൾ കൊക്ക് എന്ന് പറയുന്ന അതുപോലെ ഉണ്ടാവും, പക്ഷെ ഗ്രേ കളറിലാണ്. ക്രൗൺ, തലയിൽ കിരീടമുണ്ട്. അതുകൊണ്ട് ഗ്രേ ക്രൗണ്ട് ക്രെയിൻ എന്നാണ് അതിന് പറയുന്നത്. ഉഗാണ്ടയുടെ ദേശീയ പക്ഷിയും ഈ ഗ്രേ ക്രൗണ്ട് ക്രെയിനാണ്. അപ്പോൾ അത് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇത് അടുത്തൊരു റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ക്യാമറ എടുത്ത നേരത്ത് ഈ നമ്മുടെ കൂടെ ഈ പ്രൊഫഷണൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളപ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അവർ റെഡി ആയി. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ ക്യാമറ എടുത്ത സമയത്ത് ഈ ഗൈഡ് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കൈ തട്ടിയിട്ട് ഇതിനെ പറപ്പിച്ചു. അവർക്ക് പറക്കുന്നതിൻ്റെ വീഡിയോ അല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ക്യാമറ മാറ്റിയിരിക്കുക. അതുകൊണ്ട് പറക്കുന്ന ആ ഷോട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എപ്പോഴും ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് കൃത്യമായിട്ട് മൃഗങ്ങളുടെ ഫോട്ടോ കിട്ടുന്ന ആംഗിളിൽ ഈ ഗൈഡ് കം ഡ്രൈവർ കൃത്യമായിട്ട് കൊണ്ടു നിർത്തും. കാരണം അവർ വർഷങ്ങളായിട്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ചിട്ട് അവർക്കത് ശീലമായിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് കൂട്ടത്തിനെ കാണുന്നത്. നിറയെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള ആനക്കൂട്ടത്തിനെ കണ്ടു. ആനകൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ ആനകളുടെ ഭംഗി വേറെ തരം ഭംഗിയാണ്. ഞാനിത് അഗ്ലി ആയിരിക്കുന്ന വിചാരിച്ചു. ആഫ്രിക്കൻ എലിഫൻസ് അഗ്ലി ആണെന്നാണ് ചില ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയില്ല. പക്ഷെ അങ്ങനെയല്ല. ഇത് വേറൊരു തരം ക്യൂട്ട്നെസ് ഈ ആനകൾക്കുണ്ട്. ഇതിൻ്റെ കുഞ്ഞിനെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഈ കാത് ഇങ്ങനെ വിടർത്തിയിട്ട് ഇങ്ങനെ ഹെഡ് ഓൺ എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പം ഓടി വരുന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ കാണാം അത് ചിറക് പോലെ ഉണ്ടാവും. ആനകളുടെ ഒരു മാലാഖയാണെന്ന് തോന്നുന്നു. കുഞ്ഞു മാലാഖ, ആനകളുടെ ഒരു കുഞ്ഞു മാലാഖ. നല്ല ഭംഗി തന്നെയാണ്. അതിന് വേറൊരു തരം സൗന്ദര്യമുണ്ട്. നമ്മുടെ ആനകളുടെ പ്രപ്പോർഷൻ അല്ല, നമ്മുടെ ആനകളുടെ ഒരു ചായ അല്ല. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആനകൾക്കൊരു കൂടുതൽ എലഗൻസ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് ശരിക്കും ആ കാടിനുള്ളിൽ ആ പ്രദേശത്ത് ശരിക്കും ബിലോങ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ആ പ്രദേശത്തിൻ്റെ ഭംഗി അതിനും കൂടി കിട്ടുന്ന പോലെ തോന്നും. ചിലപ്പോൾ ഒരു സൂവിൻ്റെ ഉള്ളിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് ഇതിന് ഭംഗി കുറവാണെന്നൊക്കെ തോന്നുന്നത്. പക്ഷേ ആ കാട്ടിൽ അത് ജീവിക്കുന്ന അതിൻ്റെ ഹാബിറ്റാറ്റിൽ ചെല്ലുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം കൂടി ഈ ആനകൾക്കുണ്ടാവും. യാത്രയിൽ എപ്പോഴും ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ ഫേവർ ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ വണ്ടി ഓടിക്കും. അപ്പോൾ ഞാൻ പിന്നെ അവർ ഷൂട്ട് ചെയ്യണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പുട്ടുകുറ്റി പോലെ ഇത്ര വലിയ ലെൻസൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണത് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ആനന്ദും അനൂപും ഇതിൽ സീറ്റുകളുണ്ട്, പുറകിലിരിക്കാൻ സീറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അവർ തറയിൽ ഈ ജീപ്പിൻ്റെ ഫ്ലോറിൽ കിടക്ക വിരിച്ചിട്ട് ആ കിടക്കയിലാണ് ഇരിക്കുന്നത്. കിടക്കയിൽ ഇരിക്കുകയും കിടക്കുന്ന പൊസിഷനിലൊക്കെയാണ്. എന്നിട്ട് ഈ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനൽ ചില്ല് അടയ്ക്കാനോ കമ്പിയോ ഒന്നുമില്ല, ഓപ്പണാണ്. നമ്മൾ ഇവർക്ക് ഇത്രയും മൃഗങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വയ്ക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ഓപ്പണാണ്. ഒരു മൃഗവും അറ്റാക്ക് ചെയ്യില്ല, ഒന്നുമില്ല. മൃഗം ഈ ടോട്ടൽ വെഹിക്കിളിനെ മറ്റൊരു മൃഗമായിട്ടാണ്
കാണുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ടോട്ടൽ ഒരു വലിയൊരു മൃഗം ഇങ്ങനെ മൂവ് ചെയ്ത് അവർക്ക് ഇടയിലൂടെ എന്തോ ഒരു മുരൾച്ചയും ഉണ്ടാക്കിയിട്ട് പോകുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ ആണ് അതൊരു ചെറിയ മറ്റൊരു ജീവി എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. ഈ ജീപ്പ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ ജീപ്പിനെ മൊത്തമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് യാത്രക്കാർ സേഫായിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ ജീപ്പിൻ്റെ സൈഡിൽ, ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ സാൻഡ് ബാഗ്സ് ഉണ്ട്. അത് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാൻഡ് ബാഗ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും, മീതെ ഇങ്ങനെ പരന്നിട്ട്. അപ്പോൾ സാൻഡ് ബാഗിൽ ഈ ക്യാമറയുടെ വലിയ ലെൻസ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് അത് ഷൂട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഈ ആനകൾ നമ്മൾ വന്ന് നിർത്തിയ സമയത്തൊക്കെ തിരിഞ്ഞ് വേറെ ഇങ്ങനെ നടന്ന് മൂവ് ചെയ്ത്, അപ്പോൾ ഇവർക്ക് ഫ്രണ്ട് എന്നുള്ള ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഉടനെ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഈ ആനകളുടെ വരുന്നതിനും നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ ഹെഡ് ഓൺ ക്യാമറയിലേക്ക് ഈ ആനകളുടെ ഫോട്ടോ കിട്ടും, ക്യാമറയിലേക്ക് തന്നെ വരുന്ന പൊസിഷനിൽ കിട്ടും. പല കാര്യങ്ങളും ഈ ഗൈഡുകൾ കൃത്യമായിട്ട്, അതായത് സൺലൈറ്റ് എവിടെ നിന്നാണ് ഒക്കെ നോക്കാം, അവർക്ക് ആ പരിചയം കൊണ്ട് അതൊക്കെ അറിയാം. ഞങ്ങൾ പിന്നെ ഈ ആനയുടെ അടുത്ത് നിന്ന് മൂവ് ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേക തരത്തിൽ തലയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പുള്ള രണ്ട് പക്ഷികളെ കണ്ടപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫേഴ്സിന് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമുണ്ടോ, അത് അവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ലാത്ത പക്ഷികളെ കണ്ടപ്പോൾ ഒന്ന് നിർത്താൻ പറഞ്ഞു. ഞാൻ ഈ പക്ഷികളുടെ വീഡിയോ ഇങ്ങനെ താല്പര്യത്തോടുകൂടി എടുക്കണുണ്ടപ്പോൾ ഹെർമിസ് പറഞ്ഞു അത് ഹാമർ കോപ്പ് ആണ്, ഹാമർ കോപ്പ് എന്ന് പറയുന്ന പക്ഷിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ പക്ഷി ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഒരു ചുറ്റികയുടെ ഹെഡ് പോലെ ഒരു ഷേപ്പുള്ള പോലെ തോന്നി. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. ഹാമർ കോപ്പ്. ഈ ഹാമർ കോപ്പ് എന്ന് പറഞ്ഞ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ഭാരമേറിയ, ഏറ്റവും വലുപ്പമുള്ള കൂട് വയ്ക്കുന്ന പക്ഷിയാണ് ഹാമർ കോപ്പ്. അപ്പം ഹെർമിസ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അത് വലിയ കൂടാണ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ വളരെ യാദൃശ്ചികമായിട്ട് ഈ ഹാമർ കോപ്പിൻ്റെ കൂട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊരു മരത്തിൻ്റെ മീതെയാണ്, ഇങ്ങനെ ഒരു പോകുന്ന 3 കവരങ്ങളുടെ ഇടയിൽ ഒരു വലിയ കൂട്. ഹെർമിസ് പറഞ്ഞത്, ഹെർമിസിന് അതിൻ്റെ സൈസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവാൻ ഹെർമിസ് പറഞ്ഞത്, ഈ ഹാമർ കോപ്പിൻ്റെ കൂടിനുള്ളിൽ ചീറ്റ ഒരു മഴ പെയ്യുന്നൊരു ദിവസം ചീറ്റ ആ കൂടിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഹെർമിസിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹെർമിസ് കണ്ടിട്ടുണ്ട്. ഒരു ചീറ്റയ്ക്ക് വിശ്രമിക്കാവുന്ന അത്രയും വലുപ്പമുള്ള കൂടാണ്. കൂട് ഞങ്ങൾ കണ്ടു, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിത് കുറച്ച് ദൂരെ നിന്നാണ് എടുക്കുന്നത്. ഈ മരത്തിൻ്റെ താഴെ നിറയെ കുറ്റിച്ചെടികളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വല്ല പുലിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് കിട്ടുന്ന ഒരു സൂം വെച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. വലിയ മരച്ചില്ലകൾ കൊണ്ട് വൻ കൂടാണ്. അപ്പോൾ അത് ഒരു റയറായിട്ട് ഒരു ഭാഗ്യം അതുണ്ടായി. ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്തിട്ട് ഒരു ചെറിയ അരുവിയുടെ അവിടെ ക്രോസ് ചെയ്ത് താഴോട്ട് ജീപ്പ് ഇറങ്ങി മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ജിറാഫിനെ കാണുന്നത്. ജിറാഫ് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു മൃഗമാണ്. എനിക്ക് തോന്നുന്നു ഈ എവല്യൂഷൻ്റെ കാലത്ത് സർവൈവ് ചെയ്ത ഒരു മൃഗമായിരിക്കും അത്. ഈ നമ്മുടെ ദിനോസറസുകളുടെയൊക്കെ കാലത്ത് അതൊക്കെ നശിച്ചു കഴിഞ്ഞിട്ട് പറയണത് ഈ ജിറാഫിന് മുമ്പ് കഴുത്തിന് ഇത്രയും നീളം ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം വലിയ മരങ്ങളിൽ നിന്ന് ഈ പുല്ലുകളൊക്കെ നശിച്ചപ്പോൾ വലിയ മരങ്ങളിൽ നിന്ന് ഇല തിന്നേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ കഴുത്ത് നീട്ടി അത് തിന്നാൻ ശ്രമിച്ചിട്ട് എവല്യൂഷനിൽ പിന്നീട് ഇതിൻ്റെ കഴുത്ത് നീണ്ടതാണെന്നാണ് എവിടെയോ വായിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മൃഗമാണ്, ഒരു പാവം മൃഗമാണ്. ജിറാഫിനെ അധികം വേട്ടയാടി കണ്ടിട്ടില്ല ഞാൻ. ഈ പോയ യാത്രയിലൊന്നും ജിറാഫിനെ സിംഹങ്ങളോ പുലിയോ ഒന്നും പിടിച്ചതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇവർക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള കാലുകളുണ്ട്. ഒരു തൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ ചത്തുപോകും. അതും ഉണ്ടാവും കാര്യം. ജിറാഫിനെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആണ് സീബ്ര. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് സീബ്രയോടാണ്. സീബ്ര കുതിര തന്നെയാണല്ലോ, കുതിരയെപ്പോലെ തന്നെയാണല്ലോ. അപ്പം കുതിരയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗം കുതിരയാണ്. അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും സീബ്ര. നല്ല
പുല്ലൊക്കെ തിന്ന് നല്ല തടിച്ച് കൊഴുത്ത സീബ്രകളാണ്. അതിൻ്റെ വരകളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർണ്ണിച്ചാലും തീരില്ല. അതിൻ്റെ സ്ട്രൈപ്സ് എന്ത് രസമായിട്ടാണ് ദൈവം വളരെ കൃത്യമായിട്ട് അത് വരച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഈ വരകൾ അതിനെ ഈ UV റേസിന്ന് രക്ഷിക്കാനാണെന്നാണ് പറയുന്നത്. UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആ വരകൾ എന്നാണ് പറയുന്നത്. പിന്നെ പ്രിഡേറ്റേഴ്സിന് ഇതിനെ പിടിക്കാൻ വരുന്ന മൃഗങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഈ വരകൾ സഹായിക്കുമെന്നാണ് ഹെർമിസും ഗൈഡൊക്കെ പറഞ്ഞത്. ഈ സീബ്രകൾ എപ്പോഴും നിൽക്കുമ്പോൾ രണ്ടെണ്ണം ഒന്നിൻ്റെ തല ഇങ്ങടും ഒന്നിൻ്റെ തല ഇങ്ങടുമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം അത് ഇവർ ഇണകളായിരിക്കും. അപ്പോൾ അവരിങ്ങനെ പ്രണയം സല്ലാപത്തിലാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ നിന്നിട്ടെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവരെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എപ്പോഴും അതിങ്ങനെ നിൽക്കുക. അതിൻ്റെ കാരണം ഒരേ സൈഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു പുറകിൽ നിന്നോ വശങ്ങളിൽ നിന്നോ അറ്റാക്ക് വന്നാൽ അറിയാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സീബ്ര ഈ വശവും നോക്കും, ഈ സീബ്ര ഈ വശവും കാണാൻ പറ്റും. അപ്പോൾ രണ്ട് സ്ഥലം ഒരേ സമയം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. ആ സ്ട്രൈപ്സ് നമ്മൾ അഡിക്റ്റഡായിപ്പോയി. ഇവിടെ ഈ മസായി മാറയിൽ നമ്മൾ കാണുന്ന ഓരോ ചെറിയ ജീവിയും ഓരോ വലിയ ജീവിയും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. നമ്മൾ ഈ പ്രകൃതിയെ ശരിക്ക് ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. എനിക്ക് തോന്നുന്നു പ്രകൃതിയിലെ ഏറ്റവും ഭംഗിയില്ലാത്തത് മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു. മറ്റു മൃഗങ്ങൾക്കൊക്കെ അവർക്കൊക്കെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഭയങ്കര സൗന്ദര്യമുണ്ട്. അപ്പം ശരിക്കും എവിടേക്കാണ് പോകണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഈ സീബ്രകളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗേറ്റ് എത്തി. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഹർമിസിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഹർമിസ് പറഞ്ഞു നമ്മൾ നാഷണൽ റിസർവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇനി നമ്മൾ പുറത്ത് ടാലക്ക് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിലേക്ക് കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഗേറ്റ് കടന്ന് നമ്മൾ പുറത്ത് കിടന്നപ്പോൾ ഞാൻ ഇറങ്ങി, വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആ ഗേറ്റ് കണ്ടു. അപ്പം ഈ നാഷണൽ റിസർവിന് പല സ്ഥലത്തും ഇതുപോലെ ഗേറ്റുകളുണ്ട്. ഇതിനുള്ളിലേക്ക് എൻട്രി അവിടെ റെസ്ട്രിക്റ്റഡ് ആണല്ലോ. അപ്പോൾ എൻട്രിയും അതിന് അവിടെ ചെക്ക് പോസ്റ്റും അവിടുത്തെ റേഞ്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ വന്നപ്പോൾ കുറച്ച് വണ്ടികൾ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പോകുന്നത്, 1-2 വണ്ടികൾ അകത്തുനിന്ന് ഞങ്ങളെപ്പോലെ പുറത്തേക്ക് വരുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കുറച്ച് മസായി സ്ത്രീകൾ എന്തൊക്കെയോ ക്യൂരിയസ് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് നേരെ വണ്ടിയിലേക്ക് കയറി. വണ്ടി പിന്നെ ഒരു ചെറിയ ടൗൺഷിപ്പിനുള്ളിലൂടെ കടന്നു പോകണം. ലോകത്തിലെ ഏറ്റവും സഞ്ചാരികളെത്തുന്ന ഒരു പ്രദേശത്തെ ടൗൺഷിപ്പാണ് ടാലക്ക് എന്ന് പറയുന്നത്. ഈ മസായി മാറയുടെ ഈ നാഷണൽ റിസർവിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒക്കെ ആയിട്ട് വല്ലാത്ത ദയനീയമായിട്ടുള്ളൊരു ചിത്രമാണ് അതിൻ്റെ. അതിനുള്ളിലൂടെ
കടന്നുപോയി. അപ്പം ഈ ചില ഷെഡുകൾ, ഒരു ബാങ്ക് കണ്ടു, പിന്നെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സെറ്റപ്പ്, ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹോട്ടൽ ഇതുണ്ട് ഒക്കെ. ചില നല്ല ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ ആ ടൗണിൻ്റെ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ട് വീണ്ടും ഒരു സ്ഥലത്തെത്തുമ്പോൾ ദൂരെ വീണ്ടും ഒരു വലിയ, നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ആർഭാടായിട്ടുള്ള ഒരു ഗേറ്റും കമാനും ഒക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ മീതെ എഴുതി വെച്ചിട്ടുണ്ട് ടാലക് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെർമിസിനോട് ചോദിച്ചപ്പോഴാണ് ഹെർമിസ് പറയുന്നത്, നമ്മൾ ഈ നാഷണൽ റിസർവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗേറ്റിലൂടെ പുറത്ത് കിടന്നിട്ട് ഈ ടൗൺഷിപ്പ് താണ്ടിയിട്ട് അടുത്ത ഗേറ്റിലൂടെ വീണ്ടും റിസർവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തമ്മിൽ കണക്റ്റഡ് അല്ലേ, ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല? ചോദിച്ചാൽ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇടയിലൊരു പുഴയുണ്ട്. ചിലപ്പോൾ ആ പുഴയിൽ വെള്ളം കൂടുതലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പുറത്തു കൂടെ വരും. ഇത്തവണ നമ്മൾ വന്നത് വെള്ളം കൂടുതലോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടല്ല, ഈ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി. ടാലക് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പും കാണാം, മറ്റൊരു ഗേറ്റ് കാണാം, നമ്മളുടെ ഗേറ്റ് കാണാം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്, കടന്നു പോകാനും വരുന്നവരും ഒക്കെ ഉള്ള. അവിടെ മസായി സ്ത്രീകൾ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവരുണ്ടാക്കുന്ന ചില ഓർണമെൻറ്റ്സ്, കഴുത്തിലിടാനുള്ളത്, കയ്യിൽ ഇടാനുള്ള ബ്രേസ്ലെറ്റ്സ്, ചില ജിറാഫിൻ്റെ മരത്തിൽ കാർവ് ചെയ്തിട്ടുള്ള പ്രതിമകൾ, ചില മാസ്കുകൾ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ വാഹനങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വണ്ടികൾ രണ്ടെണ്ണം, ഞങ്ങളുടെ വണ്ടികൾ രണ്ടെണ്ണം അപ്പുറത്തോട്ട് പോയി ഗേറ്റ് കടന്നകത്തേക്ക് പോയി. എന്നിട്ട് ഞങ്ങളുടെ നിക്സൺ വന്നിട്ട് അവിടെ ഗേറ്റിനവിടെ നിന്നു, അല്ലെങ്കിൽ എന്നെ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ റേഞ്ചേഴ്സ് എന്നെ അഭിവാദ്യമൊക്കെ ചെയ്തു. ഞങ്ങൾ അകത്തേക്ക് നിക്സൻ്റെ കൂടെ ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ നേരത്തെ പുറത്ത് കണ്ട ഈ മസായി സ്ത്രീകളൊക്കെ ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അതിൽ ഞാൻ അവരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ചില ലേഡീസൊക്കെ ചീത്ത പറയുന്നുണ്ട്, അവരെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണെന്ന് തോന്നുന്നു. അവരുടെ മസായി ഭാഷയിലാണ്, നമുക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എടുക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലേഡീനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ മാത്രം ഭയങ്കര നാണമാണ്. അവർ വേണ്ടാന്നൊന്നും പറയുന്നില്ല, ഭയങ്കര നാണിച്ച് ഇങ്ങനെ മാറി, നല്ല ഭംഗിയുള്ള ഒരു മസായി സ്ത്രീ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവർ എതിർപ്പ് പറയാതിരുന്നത് കൊണ്ടും അവരുടെ നാണമൊക്കെ കണ്ടപ്പോൾ ഞാൻ അവരെ ഷൂട്ട് ചെയ്തു, അവരെ വീഡിയോയിൽ എടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നാണത്തിൻ്റെ കാര്യം മനസ്സിലായി. അവർ മെല്ലെ അടുത്ത് വന്നിട്ട് എന്നോട് അവരുടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും നേരം ഞാൻ അവരെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്ത് വേണം? അപ്പോൾ ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ബ്രേസ്ലെറ്റിന് $5 എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം അത് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പോൾ അത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി അവർ പറഞ്ഞു എൻ്റേതും മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ബ്രേസ്ലെറ്റ് $10 മേടിച്ചു. അപ്പോൾ വണ്ടിയിലുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ ഹെർമിസൊക്കെ ഭയങ്കര ചിരിയാണ്. അവർ പറഞ്ഞ രണ്ടിനും കൂടിയിട്ടൊരു $3 അല്ലെങ്കിൽ $4 കിട്ടുന്ന സാധനമാണ് പരമാവധി. അതാണ് ഞാൻ $10 മേടിച്ചത്. ഞാൻ സാറില്ല, അവർ നമ്മൾ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചല്ലോ. അപ്പോൾ അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അവരുടെ പേര് നെഷ എന്നാണ്. നെഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്നാണ് മസായി ഭാഷയിൽ അർത്ഥം. ഇങ്ങനെ നെഷയുടെ വീഡിയോ ഒക്കെ എടുത്ത് നെഷയുടെയും അവളുടെ കൂട്ടുകാരിയുടെയും കയ്യിൽ നിന്നുള്ള 2 ബ്രേസ്ലെറ്റൊക്കെ മേടിച്ച് 2 കയ്യിൽ ഓരോ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഈ നാഷണൽ റിസർവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു ആനേനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എവിടേക്കോ ഒരു ലക്ഷ്യമുണ്ട്. അത് എവിടേക്കാന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തോ ഒരു സർപ്രൈസ് ഹെർമിസ് ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഒരു പുഴയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ വണ്ടി നിർത്തി. പുറകെ മറ്റേ വണ്ടി വന്ന് അപ്പോൾ അവരെങ്ങനെയാണ് നിർത്തേണ്ടതെന്നൊക്കെ നിക്സൺ അതിൻ്റെ ഡ്രൈവറോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ വണ്ടി കൊടുത്ത് നിർത്തി.
Dia malu na dia malu. Tudo andava. Ô, ra. Ua cái gì? Ua cái gì? Uja. 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 ഞാനപ്പോൾ പുഴയുടെ ഒക്കെ വീഡിയോ എടുക്കുകയാണ്. പുഴയിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പുഴ കാണുമ്പോൾ ഇറങ്ങണ പോലെ ആ പുഴയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മുതലയ്ക്ക് ഭക്ഷണവും 2 മുതലകൾ അതിൽ കിടക്കണം. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു കറുത്ത തടി പൊന്തി കിടക്കുക എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് അത് മുതലയാണ്. 2 മുതലകളുണ്ട്. ഇപ്പുറത്ത് 2 ഈജിപ്ഷ്യൻ ഗൂസ് എന്നാണ് പറഞ്ഞത്. ഈജിപ്ഷ്യൻ ഗൂസ് നമ്മുടെ അരയന്നത്തിൻ്റെയൊക്കെ പോലെ ഏതാണ്ടുള്ള താറാവിനെ പോലെയുള്ള പറക്കും, പക്ഷേ ഈജിപ്ഷ്യൻ ഗീസ് എന്നാണ് അതിന് പറയുന്നത്. 2 അവിടെ ഇറക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മുതലയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നണമെന്ന് ഞാൻ പറഞ്ഞു. മുതലയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോഴേക്കൊരു 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുതലയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ഈ വണ്ടികൾ 2 ഇങ്ങനെ നിർത്തിയിട്ട് ആ വണ്ടികളിൽ ഈ നമ്മളുടെ ഗൈഡുകൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് നിരത്തി വയ്ക്കുന്നത്. സ്റ്റീൽ കപ്പ് മഗ്ഗുകളിൽ കോഫി, നല്ല കോഫി കേട്ടോ. അവരുടെ മസായിൽ ഉള്ള കോഫി പൗഡർ ഭയങ്കര രസമാണ്. ബ്ലാക്ക് കോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ബ്ലാക്ക് കോഫിയാണ്. അപ്പോൾ ബ്ലാക്ക് കോഫി, പാൻ കേക്ക്സ്, ഈ ഉരുളക്കിഴങ്ങ് പോലെയുള്ള സാധനം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സബ്ജി, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ബട്ടറിൽ ഇത് തേച്ചിട്ട് ഗീ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ബോയിൽഡ് എഗ്സ്, നമ്മുടെ റോബസ്റ്റ പഴം, വിഭവ സമൃദ്ധം. രാവിലത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസസ് ഉണ്ട്, കോഫി ഉണ്ട്. നല്ല ഞാനൊരു 4-5 മുട്ട പുഴുങ്ങിയത് കഴിച്ചു. പാൻ കേക്ക് കഴിച്ചില്ല, ബ്രെഡ്, പിന്നെ ഹണി ഉണ്ട്. അവിടെ ഈ മസായി മാറയിൽ തന്നെ കളക്ട് ചെയ്യുന്ന ഹണി. ഞാൻ ഹെർമിസിനോട് അവിടുത്തെ ഹണി ഒരു കൊണ്ടുവരാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് ഹെർമിസും മറന്നു, ഞാനും മറന്നു. അവിടുത്തെ കോഫി പൗഡറും കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ 2ഉം നടന്നില്ല. ഒന്നാമത്തെ കാര്യം, മസായി മാറയിൽ ഇങ്ങനെ കടകൾ ഒന്നുമില്ല. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ കടകളൊന്നുമില്ല. കടകളിൽ പിന്നെ പോകുന്നത് നമ്മൾ മസായി മാറയിൽ നിന്ന് തിരിച്ച് നെയ്റോബിലേക്ക് ബൈ റോഡ് വരുമ്പോൾ കടകളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിൽ പോകുമ്പോൾ നമുക്കൊന്നും മേടിക്കാനൊന്നും തോന്നില്ല. അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റ് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മളുടെ സഫാരി തുടരും.